ഹലോ ഗായ്സ്, ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട കളി കളിച്ചിട്ടും തകരാതെ നിൽക്കുന്ന അനിമോള്. എന്താ പറയുക, അനിമോളെ പോലൊരു സ്ട്രോങ് ഗെയിമർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അനീഷ് നല്ല സ്ട്രോങ് ഗെയിമർ തന്നെയാണ്. പക്ഷേ അനീഷിനെ ഇത്രയൊന്നും നാണം കെട്ട ഒരവസ്ഥയിലേക്ക്, നാണം കെടുത്തിയ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. നാണം കെടുത്തി അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിച്ചു, ഒരുപാട് ശ്രമിച്ചു. ബി ശ്രമിച്ചു. അതുപോലെ തന്നെ താൻ കണ്ട കാര്യം എടുത്തു പറഞ്ഞ ഒരു പെൺകുട്ടിയെ, നാണമുണ്ടോ നിങ്ങൾക്ക്, ഉളുപ്പുണ്ടോ, 72 ക്യാമറ കാണാത്ത, അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് കാണാത്ത കാര്യം നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ച കാര്യം ഇന്ന് ശരിയായിരുന്നു എന്ന് ഇന്ന് ലാലേട്ടൻ ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും ലവ് ട്രാക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഈ പ്രേക്ഷകർക്ക് മുഴുവൻ മനസ്സിലായില്ലേ? ലാലേട്ടൻ എന്തിനാണ്, അല്ലെങ്കിൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും ലവ് ട്രാക്ക് ഹൗസ്മേറ്റ്സ് മുഴുവൻ അടക്കം പറയുന്നത് എന്തിനാണ് ഇന്ന് ചോദ്യം ചെയ്തത്? അപ്പോൾ അനിമോള് ശരിയാണെന്ന് തന്നെ പറയാതെ പറയാണ് ലാലേട്ടൻ ചെയ്തത്. അനിമോള് ശരിയാണ്. അതുപോലെ തന്നെ ഇന്ന് അനിമോളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അനിമോളുടെ നിലപാട് എന്താണ്, അനിമോൾ എന്താണ്. അപ്പോൾ ഓരോരുത്തരോടും ആര്യൻ ജിസേലിൻ്റെ ലവ് ട്രാക്കിനെ കുറിച്ച് ചോദിക്കുന്നതിനിടയിൽ അനിമോളോടും ചോദിച്ചു. അപ്പോൾ അനിമോൾ ആ പറഞ്ഞ നിലപാട് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത്, ഒന്നും കൂടി മെൻഷൻ ചെയ്ത് പറഞ്ഞു, അന്ന് ഞാൻ കണ്ടതിനു ശേഷം പിന്നീട് ഞാനത് നോക്കാറില്ല, ഞാനത് കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചു പോകും. കാരണം ഇന്നലെ രാത്രി കൂടി നമ്മൾ കണ്ടതാണ് അനിമോൾ അവിടെ നിന്ന് പുതപ്പും എടുത്തുകൊണ്ടൊന്ന് സോഫയിൽ വന്ന് കിടക്കുന്നത്. ആര്യനും ജിസേലും ചെന്ന് കിടന്നതിന് ശേഷം പിന്നീട് അവരുടെ ആ കുൽസിതങ്ങൾ തുടങ്ങിയപ്പോൾ അനിമോൾ എന്തു ചെയ്തു? കാരണം നൂറ ഓൾറെഡി ആദിലയുടെ ജയിലിൻ്റെ അവിടെ വന്ന് കിടക്കുമായിരുന്നു. അവിടെയായിരുന്നു ഷാനവാസും, അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, എന്താ പറയുക, ബെഡ്റൂമിൽ. അതുകൊണ്ട് തന്നെ അനീഷും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനിമോൾ എന്ത് ചെയ്തു? അനിമോൾ എഴുന്നേറ്റ് പുതപ്പുമായിട്ട് ഇത് ഹാളിൽ വന്ന് ലിവിങ് റൂമിൻ്റെ ഹാളിൽ കിടന്ന് ആ ഒരു സോഫയിലാണ് വന്ന് കിടന്നത്. പിന്നീട് അതിനുശേഷം ഒനിയിൽ അക്ബർ വന്ന് വിളിച്ചു, കോഫി ഇടാൻ വന്ന് വിളിച്ചപ്പോഴാണ് അനിമോൾ എഴുന്നേറ്റ് പോയത്. അപ്പോൾ ഇന്ന് അനിമോൾ പറഞ്ഞത്, അന്ന് കണ്ടതിന് ശേഷം പിന്നീട് ഞാനത് കണ്ടാലും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് ഞാനത് കാണാത്ത പോലെ പോകും, ഞാനത് ശ്രദ്ധിക്കാറില്ല എന്നാണ്. വളരെ നല്ല മറുപടിയായിരുന്നു ഇത്. ലാലേട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച മറുപടി ആയിരുന്നില്ല. ഇതാണ് സ്ട്രോങ്. കാരണം ഒരുപാട് പ്രാവശ്യം ബി പല തരത്തിൽ അനിമോളെ തകർക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമാണ് ഈ ഒരു ഹാപ്പി കപ്പിൾസ് എന്നും പറഞ്ഞ് ജീവൻ ഗോപാലിനെ അകത്തേക്ക് വിട്ടതും. അനിമോളെ തേച്ചിട്ട് പോയ ഒരു വ്യക്തി, അല്ലെങ്കിൽ അനിമോൾ ഒരിക്കലും ആ ഒരു ചങ്ക് പെടഞ്ഞ്, അല്ലെങ്കിൽ ആ ഹൃദയം പൊട്ടിയിട്ടാണ് ഒരു പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ്. വളരെ രഹസ്യമായിട്ട് ആദിലയുടെ ചെവിയിൽ പറയുന്ന ഒരു കാര്യം നമ്മളെ അത്രമാത്രം വളരെ എന്താ പറയുക, ഏത് കുഞ്ഞു സൗണ്ടും ഒപ്പിയെടുക്കാൻ കഴിയുന്ന മൈക്കുകളാണ് വെച്ചിരിക്കുന്നത് എല്ലായിടത്തും എന്നുള്ളത് നമുക്കത് അതിൽ നിന്ന് വ്യക്തമാവും. കാരണം രഹസ്യമായിട്ട് നമ്മളുടെ ഒരു ചെവിയിൽ ഒരു വ്യക്തിയെടുത്ത് രഹസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ പുറം ലോകം കേട്ടേക്കുന്നത്. എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് അവൻ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്? അത്രമാത്രം തകർച്ചയിലായിരുന്നു അവൾ. എനിക്ക് തോന്നുന്നു കൂടുതലും അതുകൊണ്ടായിരിക്കാം ബി അയാളെ പെട്ടെന്ന് തന്നെ ജീവനെ പുറത്തേക്ക് കൊണ്ടുപോയതെന്ന് തോന്നുന്നു. അപ്പം എന്തൊക്കെയായാലും ഇതൊക്കെ ഒരു നാറിയ കളിയാണ്. ഈ പെൺകുട്ടികളുടെ ജീവിതങ്ങൾ വെച്ച് ഇത് ഒരുപാട് പ്രാവശ്യം നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. പെൺപിള്ളേരുടെ ജീവിതം വെച്ചിട്ട് അവരെ നശിപ്പിക്കാനായിട്ട് ഈ ബി ശ്രമിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഏത് തരത്തിലും അവരുടെ TRP കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. എന്തിനാണ് ഇവർ പഴയ കാലങ്ങൾ ചെകഞ്ഞുകൊണ്ട് വരുന്നത്? ഈ ഡിവോഴ്സായി പോയവരും അവരുടെ പേഴ്സണൽ ലൈഫും, അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആയവർ എന്തിനാണ് അവരുടെ പേഴ്സണൽ ലൈഫ് ചികഞ്ഞെടുത്തുകൊണ്ട് ഈ ബി കൊണ്ടുവരുന്നതെന്നോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തന്നെ യൂട്യൂബേഴ്സ് എന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത്? ബി ഹൗസിലേക്ക് ഒരു കണ്ടസ്റ്റൻ്റ് പോയാൽ അവരവിടെ എന്ത് കളിക്കുന്നു എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ? എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്?